ദീദി ദാമോദരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ദീദി ദാമോദരൻ, ഔദ്യോഗികമായ പരാതിയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് വിൻസി. പേരും വെളിപ്പെടുത്തിയിരിക്കുന്നു. ICCക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നടപടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പ്രതീക്ഷിക്കണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സാഹചര്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ ഏതായാലും എനിക്ക് തോന്നുന്നു സിസ്റ്റം ഇസ് ഓൾമോസ്റ്റ് ഇൻ പ്ലേസ്. സിനിമയ്ക്കും നിയമം ബാധകമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമെന്ന് തോന്നുന്നു. ഉറപ്പില്ല. ഇതിന്റെ ഏതെങ്കിലും വീണ്ടും ഇടനാഴിയിൽ വെച്ചിട്ട് അത് ഒഴിവാക്കപ്പെടുമോന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരാള് മുന്നോട്ട് വരികയും പേര് പറയുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷ്യങ്ങളുടെ കുറവൊന്നുമല്ല മലയാള സിനിമയിൽ എന്താ നടക്കുന്നത് എന്ന് ആൾക്കാർക്ക് അറിയാം. എത്ര വേണമെങ്കിലും സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവർ പോലും വളരെ സിലക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊഴി കൊടുപ്പായിരുന്നു എന്ന മട്ടിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും തള്ളിക്കളയാനുള്ള ശ്രമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു പരാതി വന്നാൽ ആ സിനിമയ്ക്കകത്ത് ആ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു IC വേണമെന്ന് ഇപ്പൊ എന്തായാലും ആൾക്കാർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. IC എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. WCC ഒരു കേസ് കൊടുത്തതിനെ തുടർന്നിട്ട് വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നമുക്കൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഏതായാലും സിസ്റ്റം ഇസ് ഓൾമോസ്റ്റ് ഇൻ പ്ലേസ് എന്നല്ല, ഇത്തിരി ശുഭകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ കൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. ഈ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഈ സംഘടനകളുടെ നടപടിയിലൊക്കെ വിശ്വാസമുണ്ടോ? എന്ത് നടപടി എടുക്കും എന്നത് അവരെ അക്കൗണ്ടബിൾ എങ്കിലും ആയല്ലോ. നടപടി എന്തെടുക്കുന്നു, ഇവിടുത്തെ വളരെ ഇതിലും വലിയ മറ്റ് സിനിമയ്ക്ക് പുറത്തുള്ള കേസുകളും ഒക്കെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ബാധകമായിരുന്നില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് ഇത് നിയമവിധേയമായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് എന്നെങ്കിലും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് മലയാള സിനിമ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ദീദി ദാമോദരൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും സിനിമാ സംഘടനയിൽ നിന്നടക്കം ഏത് തരത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നിയമപരമായി കൂടി നീങ്ങാൻ പോലീസിലേക്ക് ഈ പരാതി കൈമാറാനടക്കം സിനിമാ സംഘടനകൾ തയ്യാറാകുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി താരസംഘടന അമ്മ രംഗത്തെത്തിയിരുന്നു. വിൻസിയുമായി അമ്മ ഭാരവാഹികൾ സംസാരിച്ചു. പേര് വെളിപ്പെടുത്തണം എന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നടൻ അമ്മ ഭാരവാഹിയാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് അമ്മ അഡ്ഹോക് കമ്മിറ്റി അംഗം ജയൻ ചേർത്തലയും വിനു മോഹനും ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു.